തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ശക്തമായ മഴ തുടരാൻ സാധ്യത എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊച്ചി തേവരയിൽ സ്ത്രീയെ കൊന്ന് ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി ജോർജിനായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, ഗുഡ് മോർണിംഗ്. ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. അടുത്ത 5 ദിവസമാണ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കന്യാകുമാരി തീരത്തിനോട് സമീപത്തായുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് ഇത്തരത്തിൽ ശക്തമായ മഴ അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഉണ്ടാകാനുള്ളൊരു കാരണം. 65 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെയുള്ള മഴയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ടുണ്ട്. അങ്ങനെ ശക്തമായ മഴ അടുത്ത 5 ദിവസം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ലക്ഷദ്വീപ് തീരത്തും കേരള തീരത്തും 2 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 45 മുതൽ 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നറിയിപ്പ് വിവരങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾക്ക് നൽകിയിട്ടുമുണ്ട്. ഇനി കൊച്ചിയിലേക്ക് വന്നാൽ, കൊച്ചിയിൽ തേവരയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയായ ജോർജിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഈ പ്രതിയായ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് കുറ്റസമ്മതം നടത്തിയെങ്കിലും ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണമാണ് പോലീസ് പരിശോധിക്കുന്നത്. ജോർജ് നൽകിയ മൊഴിയിൽ നിന്ന് ഇവരുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ജോർജ് എന്ന് പറയുന്ന ആള് ലൈംഗിക വൈദൃകത്തിന് അത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ കുറിച്ച് വിശദമായ അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. കസ്റ്റഡി വാങ്ങിയതിനു ശേഷം ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ തന്നെ ജോർജിനെ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് പ്രാഥമിക തെളിവെടുപ്പ് ഈ അന്വേഷണ സംഘം നടത്തിയിരുന്നു. എന്നാൽ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം വിശദമായ തെളിവെടുപ്പ് നടത്തി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.